നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നൊരു മന്ത്രത്തെയാണ് പരിചയപ്പെടുത്തുന്നത്. സാമ്പത്തിക ബാധ്യതകൾ ഇല്ലാതാക്കാനായിട്ട് നമുക്ക് നിത്യം ജപിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മന്ത്രത്തെയാണ് പരിചയപ്പെടുന്നത്. കേശവ മന്ത്രം, അതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. വീഡിയോയിലേക്ക് കിടക്കാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. സാമ്പത്തിക ബാധ്യതകൾ ഇന്നത്തെ കാലത്ത് നല്ലൊരു ശതമാനം ആളുകൾക്കുമുണ്ട്. അത്തരത്തിൽ സാമ്പത്തിക ബാധ്യതകളെ വളരെ പെട്ടെന്ന് നമുക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് മന്ത്രജപവും ഈശ്വരവിശ്വാസവും അതിനുവേണ്ട കൃത്യമായിട്ടുള്ള ജീവിതശൈലിയും ഒക്കെ ആവശ്യമാണ്. അതിന് സഹായകരമായിട്ടുള്ളത് മന്ത്രജപങ്ങൾ കൂടിയാണ്. മന്ത്രജപത്തിലൂടെ നമുക്ക് പോസിറ്റീവ് എനർജി നിലനിർത്താനായിട്ട് സാധിക്കും. ഈശ്വര ചൈതന്യം നമ്മളിലേക്ക് കൊണ്ടുവരുന്നതിന് അത് സഹായിക്കും. അത്തരത്തിൽ ജപിക്കാവുന്ന ഒരു മന്ത്രമാണ് കേശവ മന്ത്രം. കേശവ മന്ത്രത്തിൽ ലക്ഷ്മി ബീജം ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേശവ മന്ത്രം ജപിക്കുന്ന വ്യക്തിക്ക് കുടുംബത്തിൽ ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും ഒക്കെ വർദ്ധിക്കുന്നതാണ്. സാമ്പത്തിക ബാധ്യതകളൊക്കെ ഇല്ലാതാകുന്നതാണ്. പ്രഭാതങ്ങളിൽ നെയ്വിളക്ക് കൊളുത്തി ശ്രീകൃഷ്ണ ഭഗവാനെയും ലക്ഷ്മി ദേവിയെയും സ്മരിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. 9 തവണയോ 18 തവണയോ 27 തവണയോ 108 തവണയോ നമ്മുടെ സമയത്തിനനുസരിച്ച് ഈ മന്ത്രം നിത്യം ജപിക്കുന്നത് ഉത്തമമാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്കും ഈ മന്ത്രത്തെ പ്രയോജനപ്പെടുത്താം. നെയ്വിളക്ക് കൊളുത്തി അവിടെ ഇരുന്ന് ഉറക്കെ പ്രാർത്ഥിക്കാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ സ്വസ്ഥമായി ഏതെങ്കിലും ഒരു സ്ഥലത്തിരുന്നുകൊണ്ട് മാനസപൂജയിലൂടെ ഭഗവാന്റെ ഈ മന്ത്രത്തെ ജപിക്കാം. മാനസപൂജ എന്താണെന്നുള്ളത് പ്രത്യേകം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. മനസ്സിൽ സങ്കല്പിച്ച് ഭഗവാന് നിവേദ്യവും പൂക്കളും സുഗന്ധവും ചന്ദനവും എല്ലാം സമർപ്പിക്കുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ഭഗവാന് മന്ത്രം ചൊല്ലിക്കൊണ്ട് നമുക്ക് ഭഗവത് പ്രീതി നേടാവുന്നതാണ്. അപ്രകാരം ഈ മന്ത്രം ഭക്തിയോടുകൂടി ജപിക്കേണ്ടതാണ്. ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ സൂര്യോദയത്തിന് ശേഷം അത് കഴിഞ്ഞു വരുന്ന 1 മണിക്കൂറിനുള്ളിൽ, അതായത് ആദ്യത്തെ കാലഹോരയിൽ ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. തുടർച്ചയായി ഇത് 27 ദിവസം ജപിക്കുന്നത് വളരെ വിശേഷമാണ്. കൂടുതൽ ദിവസങ്ങളിൽ അടുപ്പിച്ച് ജപിക്കാൻ സാധിക്കുന്നവർ 41 ദിവസം ജപിക്കുന്നത് പൂർണ്ണ ബലത്തെ നൽകും. സ്ത്രീകളാണ് ജപിക്കുന്നതെങ്കിൽ ആർത്തവ അശുദ്ധിയുള്ള സമയത്ത് അത് ഒഴിവാക്കിക്കൊണ്ട് അതിനുശേഷം 8ാം ദിവസം മുതൽ ഈ മന്ത്രം വീണ്ടും ജപിക്കാവുന്നതാണ്. അങ്ങനെ 41 ദിവസം പൂർത്തിയാക്കാവുന്നതാണ്. അങ്ങനെ രണ്ടാമത് ജപം പുനരാരംഭിക്കുമ്പോൾ ദിവസം നോക്കേണ്ട ഇതില്ല, ആരംഭ ദിവസം നോക്കണമെന്നില്ല. നമുക്കിനി മന്ത്രത്തെ ഒന്ന് പരിചയപ്പെടാം. ഓം നമോ ഭഗവതേ വാസുദേവായ മാധവായ സുകേശായ ശ്രീം ക്ലീം കൃഷ്ണായ ശ്രീം ക്ലീം നന്ദഗോപായ ബാലായ ശ്യാമളായ ക്ലീം ശ്യാമായ സുമോഹിതപദായ കേശവായ ശ്രീം നമ എന്നാണ്. മന്ത്രം ഒന്നുകൂടെ ഒന്ന് ചൊല്ലി നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ മാധവായ സുകേശായ ശ്രീം ക്ലീം കൃഷ്ണായ ശ്രീം ക്ലീം നന്ദഗോപായ ബാലായ ശ്യാമളായ ക്ലീം ശ്യാമായ സുമോഹിതപദായ കേശവായ ശ്രീം നമ. ഓം നമോ ഭഗവതേ വാസുദേവായ മാധവായ സുകേശായ ശ്രീം ക്ലീം കൃഷ്ണായ ശ്രീം ക്ലീം നന്ദഗോപായ ബാലായ ശ്യാമളായ ക്ലീം ശ്യാമായ സുമോഹിതപദായ കേശവായ ശ്രീം നമ. ഇപ്രകാരം ഈ മന്ത്രത്തെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 9 തവണയെങ്കിലും കുറഞ്ഞത് ചൊല്ലുക. 108 തവണകൾ വരെ ചൊല്ലുന്നത്, നിത്യം ജപിക്കുന്നത് വളരെ വിശേഷ ഫലത്തെ അത് നൽകും. എല്ലാവർക്കും ഈ മന്ത്രത്തിന്റെ പ്രയോജനം ലഭിക്കട്ടെ. മന്ത്രം ഒന്ന് പരീക്ഷിച്ചു നോക്കുക. 41 ദിവസം നിങ്ങൾ ഈ മന്ത്രത്തെ ജപിക്കുകയാണെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാകും. എല്ലാവിധത്തിലുള്ള സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ നേടാനായിട്ട് സാധിക്കും. അതോടൊപ്പം നമ്മുടെ പരിശ്രമം കൂടിയുണ്ടെങ്കിൽ ഫലം 100% എന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.